ഹരി ഓം. ദശകം 37, ശ്ലോകം 6. ശ്രുത്വാ കർണരസായനം തവ വചഃ സർവേഷു നിർവാപിത സ്വാന്തേഷ്വീശ ഗതേഷു താപകകൃപാ പീയൂഷ തൃപ്താത്മസു വിഖ്യാതേ മധുരാപുരേ കില ഭവത്സാന്നിധ്യ പുണ്യോത്തരേ ധന്യാം ദേവകനന്ദനാമുദവഹത് രാജാസശൂരാത്മജഃ. പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം. ശ്രുത്വാ കർണരസായനം തവ വചഃ സർവേഷു നിർവാപിത സ്വാന്തേഷു ഈശ ഗതേഷു താവക കൃപാ പീയൂഷ തൃപ്ത ആത്മസുഃ. ശ്രുത്വാ കർണരസായനം, ശ്രുത്വാ കർണരസായനം തവ വചഃ സർവേഷു നിർവാപിത സ്വാന്തേഷ്വീശ, സ്വാന്തേഷു ഈശ, സ്വാന്തേഷ്വീശ ഗതേഷു താപകകൃപാ പീയൂഷ തൃപ്താത്മസു വിഖ്യാതേ മധുരാപുരേ കില ഭവത് സാന്നിധ്യ പുണ്യ ഉത്തരേ. വിഖ്യാതേ മധുരാപുരേ കില ഭവത് സാന്നിധ്യ പുണ്യോത്തരേ ധന്യാം ദേവകനന്ദനാം ഉദവഹത് രാജാ സഹ ശൂര ആത്മജഃ. ധന്യാം ദേവകനന്ദനാം ഉദവഹത് എന്ന് പറയുമ്പോൾ അവർ ഒരുമിച്ച് വരുമ്പം ദേവകനന്ദനാമുദവഹത് രാജാസ ശൂരാത്മജഃ. ശ്രുത്വാ കർണരസായനം തവ വചഃ സർവേഷു നിർവാപിത സ്വാന്തേഷ്വീശ ഗതേഷു താപകകൃപാ പീയൂഷ തൃപ്താത്മസു വിഖ്യാതേ മധുരാപുരേ കില ഭവത് സാന്നിധ്യ പുണ്യോത്തരേ ധന്യാം ദേവകനന്ദനാമുദവഹത് രാജാസശൂരാത്മജഃ. ശ്ലോകം 6 അന്വയവും അർത്ഥവും നോക്കാം. ഈശ കർണരസായനം തവ വചഃ ശ്രുത്വാ നിർവാപിത സ്വാന്തേഷു താവകകൃപാ പീയൂഷ തൃപ്താത്മസു സർവേഷു ഗതേഷു ഭവത് സാന്നിധ്യ പുണ്യോത്തരേ വിഖ്യാതേ മധുരാപുരേ ശൂരാത്മജഃ സഹ രാജാ ധന്യാം ദേവകനന്ദനാം ഉദവഹത് കില. ഈശ സംബോധന. അല്ലയോ നാഥ, കർണരസായനം കാതുകൾക്ക് രസായനം തന്നെയായ, കാതുകൾക്ക് കേൾക്കാൻ സുഖകരമായിട്ടുള്ള തവ വചഃ ശ്രുത്വ അവിടുത്തെ അരുളപ്പാട് കേട്ടിട്ട്. കഴിഞ്ഞ ശ്ലോകത്തിൽ ആ ഭഗവാന്റെ അരുളപ്പാട് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആ കാതുകൾക്ക് രസായനം തന്നെയായ അവിടുത്തെ അരുളപ്പാട് കേട്ടിട്ട് നിർവാപിത സ്വാന്തേഷു, നിർവാപിത ഉള്ളുകുളിർത്തവരും, നിർവാപിത സ്വാന്തേഷു താപക കൃപാ പീയൂഷ തൃപ്താത്മസു അങ്ങയുടെ കാരുണ്യാമൃതത്താൽ തൃപ്തിപ്പെട്ട മനസ്സോടുകൂടിയവരും ആയിട്ട് സർവേഷു ഗതേഷു എല്ലാവരും ആ സ്വന്തം അവനവൻ്റെ സ്ഥാനങ്ങളിലേക്ക് പോയി. അപ്പോൾ ഉള്ളുകുളിർത്തവരും അങ്ങയുടെ കാരുണ്യാമൃതത്താൽ തൃപ്തിപ്പെട്ട മനസ്സോടുകൂടിയവരുമായിട്ട് എല്ലാവരും സ്വന്തം ആ സ്വസ്ഥാനങ്ങളിലേക്ക് പോയി. പിന്നെ ഭവത് സാന്നിധ്യ പുണ്യോത്തരേ വിഖ്യാതേ മധുരാപുരേ. പിന്നെ ഭവത് സാന്നിധ്യ പുണ്യോത്തരേ അങ്ങയുടെ സാന്നിധ്യം ഹേതുവായിട്ട് ആ പുണ്യോത്കൃഷ്ടമായതും വിഖ്യാതേ പ്രസിദ്ധപ്പെട്ടതുമായ മധുരാപുരേ മധുരാപുരിയിൽ അങ്ങയുടെ സാന്നിധ്യം ഹേതുവായിട്ട് പുണ്യോത്കൃഷ്ടമായതും പ്രസിദ്ധപ്പെട്ടതുമായ മധുരാപുരിയിൽ
ശൂരാത്മജ സഹ രാജ, ശൂരൻ്റെ പുത്രനായ ആ രാജാവ്, അതാരാണ്? ശൂരൻ്റെ പുത്രനായ ആ രാജാവ് വസുദേവർ. ദേവകനന്ദനാം ധന്യാം ദേവകനന്ദനാം ഉദവഹത, ധന്യാം എന്ന് പറഞ്ഞാൽ ഭാഗ്യവതിയായ ദേവകനന്ദനാം ഉദവഹത്, ദേവകപുത്രിയെ, അതാരാണ്? ദേവകി, ദേവകിയെ വിവാഹം ചെയ്തു പോലും. ശൂരാത്മജ സഹ രാജ ധന്യാം ദേവകനന്ദനാം ഉദവഹത് കില. അപ്പം ശൂരൻ്റെ പുത്രനായ ആ രാജാവ്, അത് വസുദേവർ, ആ വസുദേവൻ ഭാഗ്യവതിയായ ദേവകപുത്രിയെ, ദേവകിയെ വിവാഹം ചെയ്തു പോലും. അല്ലയോ ഭഗവാനെ, ബ്രഹ്മാദികളായ എല്ലാ ദേവകൾക്കും കർണാമൃതമായി ഭവിച്ച അങ്ങയുടെ വാക്കുകളെ കേട്ട് സന്തുഷ്ടചിത്തരായി അങ്ങയുടെ കൃപയാകുന്ന അമൃതത്താൽ സംതൃപ്തരായിട്ട് അവരെല്ലാം തിരികെ പോയിയല്ലോ. അനന്തരം അങ്ങയുടെ സാന്നിധ്യം കൊണ്ടുള്ള ആ പുണ്യത്തിൻ്റെ ഉത്കർഷത്തോടു കൂടിയിരിക്കുന്ന ആ സുപ്രസിദ്ധമായ ആ മധുരാപുരിയിൽ ശൂരസേന പുത്രനായിരിക്കുന്ന ആ രാജാവ്, ആ വസുദേവർ ഭാഗ്യവതിയായ ദേവകപുത്രിയെ, ദേവകിയെ വിവാഹം ചെയ്തുവല്ലോ എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു. ശ്രുത്വാ കർണരസായനം തവ വചഃ സർവേഷു നിർവാപിത സ്വാന്തേഷ്വീശഗദേഷു താപകകൃപാ പീയൂഷ തൃപ്താത്മസു വിഖ്യാതേ മധുരാപുരേ കില ഭവത് സാന്നിധ്യ പുണ്യോത്തരേ ധന്യാം ദേവകനന്ദനാമുദവഹത് രാജാ സശൂരാത്മജഃ.